ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ. നമ്മുടെ മീൻകറിയുടെ അരപ്പിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മാങ്ങ ഇട്ട് വെക്കുന്നതുകൊണ്ട് നമുക്കിത് അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 3-4 കഷ്ണം മാങ്ങയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരപ്പ് ഞാൻ കറി വയ്ക്കുന്ന ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ലേശം വെള്ളവും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയും അതുപോലെ തന്നെ കാന്താരിയും ചേർത്ത് കൊടുക്കാം. കാന്താരി ഇല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവോലിയാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ മീനെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവോ അല്ലെങ്കിൽ പുളിയുടെ കുറവോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ മീനൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പം നമ്മുടെ കറി ഇവിടെ പാകമായിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ 2 കഷ്ണം കുടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. എൻ്റെ മാങ്ങയ്ക്ക് പുളി കുറവായിരുന്നു. അപ്പം നമുക്ക് ഈ സമയത്ത് ലേശം കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഇച്ചിരി ഉലുവയും ഉണക്കമുളകും കൂടെ മൂപ്പിച്ച് ചേർക്കാം. ഇതെല്ലാവരും അങ്ങനെ ആഡ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.